സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം ഞങ്ങൾ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും.
സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും. ദേവു, എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നു ദേവു പാടുന്ന കേൾക്കാനായിട്ട്. താങ്ക് യു. മനസ്സേ ഇത് ആർക്ക് വേണ്ടി ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്ത്? ആരും അവിടെ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ. എന്റെ കൂട്ടുകാരി. കൂട്ടുകാരി, ദേവുവിന്റെ കൂട്ടുകാരിയാ വന്നിട്ടുള്ളത്. എന്താ കൂട്ടുകാരിയുടെ പേര്? മാനസി. മാനസി. ഓക്കെ, നിങ്ങളെ സ്കൂളില് ബെസ്റ്റ് ഫ്രണ്ട്സ്. ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, ഏത് ക്ലാസ് തൊട്ട് ഒന്നിച്ച് നിങ്ങൾ പഠിക്കണേ? LKG തൊട്ട് 5ാം ക്ലാസ് വരെ. ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അങ്ങനെയാണോ നിങ്ങൾ? അതെ. ഓക്കെ, മനസ്സെടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ദേവികയെ പറ്റി. ദേവിക എങ്ങനെയാണ് ക്ലാസ്സില്? ക്ലാസ്സില് പാവാ എന്നുവെച്ചാ ഭയങ്കര പഠിപ്പിച്ചിട്ടും അങ്ങനെ പഠിത്തം മാത്രം ശ്രദ്ധിച്ച് അങ്ങനെയാണോ? അല്ല, സംസാരമുണ്ട്. സംസാരമുണ്ട്. നിങ്ങളുടെ ഗ്യാങ് എത്ര പേരുണ്ട്? ഞങ്ങള് 3 പേര്. 3 പേര്. എന്നാ മൂന്നാമത്തെ ആളുടെ പേരെന്താ? ഇഷാനി. ഇഷാനി. ഓക്കെ. അപ്പൊ ഈ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് വരാറുണ്ടോ ദേവിക? ദേവിയും കുക്ക് ചെയ്യും, ഞാനും എന്തൊക്കെയാ കഴിക്കാറുള്ളത്? പൊട്ടറ്റോ ഞങ്ങള് അവള് ചോറ് കൊണ്ടുവരിടയ്ക്ക് ഞാൻ ഇഡ്ലി അങ്ങനത്തെ രാവിലെ ഷെയർ ചെയ്ത് കഴിക്കും. ഷെയർ ചെയ്ത് കഴിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ദേവിക ഉണ്ടാക്കിയല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട കോവയ്ക്ക മെഴുക്കുവരട്ടി. ഏതാണ്ട്. ഓക്കെ, ദേവ് ഇപ്പൊ സൂപ്പർ സ്റ്റാറിൽ വരുന്നോണ്ട് ക്ലാസ് ഒക്കെ ചിലത് മിസ് ആവുമല്ലോ, അപ്പൊ വിഷമാവോ? വിഷമവും ആവും. അവളില്ലാത്തോണ്ട് കരച്ചിലും വന്നിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ട്. അച്ചടാ, അതെന്താ വേറെ ആരും ഇല്ലേ? ഇഷാനി വേറെ ഡിവിഷനാ. ഓ, അപ്പൊ കഴിക്കുന്ന സമയത്ത് മാത്രം വന്ന് ഒരുമിച്ചിരിക്കും. ദേവികയുടെ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി എന്താ മാനസിക്ക്? അവള് പിണങ്ങിയാലും തിരിച്ച് എന്നോട് വന്ന് വീണ്ടും മിണ്ടും. ശരി, അപ്പൊ തന്നെ വന്ന് മിണ്ടും. നിങ്ങൾ ഇതുവരെ ഡിവിഷൻ ഒന്നും മാറിയിട്ടില്ലേ? ഒരേ ക്ലാസ്സിൽ തന്നെ അല്ലേ? 5ാം ക്ലാസ് വരെ. ഓക്കെ. അപ്പൊ നിങ്ങളെ ഇപ്പൊ നിങ്ങൾ 6th ലോട്ട് ഒരാൾ Aയിൽ ഒരാൾ Bയിലാണ്, എന്ത് ചെയ്യും? അല്ല, എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെ എനിക്ക് നേരത്തെ ഉണ്ടായപ്പോഴത്തേക്കും ഈ ലഞ്ച് ടൈമിലൊക്കെ പരമാവധി ഇവളോട് എത്രത്തോളം സംസാരിക്കാനൊക്കെ സമയം കിട്ടുന്ന അതെല്ലാം ഞാൻ ലഞ്ച് ടൈം. അതായത് എത്രത്തോളം സമയം കിട്ടുന്ന അതെല്ലാം യൂസ് ചെയ്യും അവിടെ. അപ്പൊ ആദ്യം അങ്ങനെ അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? 2 ഡിവിഷനിലാണ് ഞങ്ങൾ. നല്ല വിഷമായിരുന്നു. അമ്മയോട് ഒന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു വേണം ഡിവിഷൻ മാറ്റാന്ന് പറഞ്ഞു. പക്ഷെ ടീച്ചറിനോട് പറഞ്ഞപ്പോ മാറ്റിപ്പോയെന്ന് പറഞ്ഞോണ്ട് മാറ്റിയില്ല. ഇവരുടെ അമ്മമാരും ഭയങ്കര ഫ്രണ്ട്സാ രണ്ടുപേരുടെ. ശരി, എന്തോ പഠിക്കാനാ മാനസിക ഇഷ്ടം? എന്താവാനാ ഇഷ്ടം? ടീച്ചർ. ദേവികയ്ക്കോ? എനിക്ക് മ്യൂസിക് ടീച്ചർ. ടീച്ചർ, മ്യൂസിക് ടീച്ചർ ആവാൻ ഇഷ്ടമാണ്. ഓക്കെ, എന്ത് ടീച്ചർ? എന്ത് സബ്ജക്റ്റാ? ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ 2 കോളേജിലായിരിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഓക്കെ, ശരത് സർ. മക്കളെ, എന്തോ നല്ല രസമുണ്ടായിരുന്നു മോളെ പാടി. ഒരു സുഖമുണ്ടായിരുന്നു മക്കളെ. ഈ ഓ പാടിയല്ലേ, അതൊന്ന് പാടാമോ? അതിന്റെ ലാസ്റ്റ് ഓ. അത് താരാ ആ നോട്ടാണോ? താരാ ആണോ? ഏതാണ് നോട്ട്? ആണല്ലേ? അതല്ല, ആ നോട്ടല്ല. അല്ല, കാര്യം അതൊരു ആ ഫാമിലിയിൽ ഇല്ലാത്തോണ്ട് ചോദിച്ചാ കേട്ടോ. മക്കളെ, കണ്ണീരിൽ അലിയുന്ന, അത് കുറച്ചും കൂടെ അതൊരു വികാരഭരിതമായിട്ട് പാടേണ്ട പോർഷൻ അല്ലേ? അപ്പൊ മക്കൾ അതൊന്ന് കുറച്ചും കൂടെ ഫീൽ ചെയ്ത് പാടാമോ? കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. കണ്ണീരിലലിയുന്ന ആ കണ്ണീര് അലിയുന്നതേ ഇല്ലത്. കണ്ണീരിലലിയുന്ന പാട്ടുപാടാം ഞങ്ങൾ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. ഓക്കെ മോളെ, താഴെയുള്ള നോക്കിക്കോളാം. അത് നോക്കിക്കോളാം കേട്ടോ. പിന്നെ മക്കളെ, ഇത് എഴുതിയത് ആരാണ്? വിനയൻ സാർ. വിനയൻ സാർ നല്ല ലിറിക്കാണ്. അപ്പൊ മക്കളെ, ഇത് കണ്ണിലും കരളിലും അതൊന്ന് പാടാമോ? കണ്ണിലും കരളിലും കൂരിരുൾ നൽകിയ കാരുണ്യവാനോടൊരു ചോദ്യം. അത് ഒരു ആ ലിറിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണ് മോളെ. ആ തന്നിടുമോ?
അതൊന്ന് പാടാമോ? ഇനിയൊരു ജന്മം തന്നിടുമോ ഓ ആ മക്കളെ ഇനിയൊരു ജന്മം തന്നിടുമ്പോ അത് എങ്ങനെയാണ് അതിന്റെ എൻഡ്? അങ്ങനാണോ? അല്ല. ആ പിന്നെ അതെങ്ങനെയാണ്? അതിനൊരു ക്ലാരിറ്റി വരട്ടെ. ഇനിയൊരു ജന്മം തന്നിടുമോ അടുത്ത അത് ലാസ്റ്റ് അത് കഴിഞ്ഞുള്ള തന്നിടുമോ? ഇനിയൊരു ജന്മം തന്നിടുമോ ഈ നിറമാന ഭൂമി കാണാൻ ആ താരിതാനിനെ അതല്ലേ? ആ കാണാൻ ആ അത് കറക്റ്റ് ആകട്ടെ. വേറെ ഒന്നുമില്ല. പക്ഷെ നല്ല എന്താ പറയണ്ട, നല്ല ഒരു രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയണ്ട, ഒരു നെഞ്ചിലേക്ക് ഇറങ്ങുന്ന ഒരു പാട്ട്. നമ്മള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഇതൊക്കെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക ദേവു എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ശരത്തേട്ടൻ പറഞ്ഞ എക്സാക്ട് സെയിം പോയിന്റ്സ് ആണ്. ആ ഓ, അതുപോലെ ഈ നിറമാർന്ന ഭൂമി, പിന്നെ ഒരു സാന്ത്വന സംഗീത താളം. ഈ സ്ഥലങ്ങളിലാണ് ഒരു മേജർ ഇത് ഇഷ്യൂ പോലെ തോന്നിയത്. ബാക്കിയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു ഒരു ദേവിക്കൽ ഒരു ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട് ഇപ്പം കേട്ടോ. നമ്മളിപ്പോ തുടക്കത്തില് നമ്മുടെ ഫസ്റ്റ് ഗോൾഡൻ മൈക്ക് വിന്നറാണ് ദേവൂട്ടി. പിന്നീട് അടിച്ചില്ലല്ലോ, അടിക്കണ്ടേ നമുക്കിനി? അതെ. ആ അപ്പൊ പിന്നെ അതിനുശേഷം പിന്നെ ഒട്ടുമിക്ക പാട്ടുകളൊക്കെ ദേവൂട്ടി ചൂസ് ചെയ്തുകൊണ്ട് വന്നതൊക്കെ ഓൾമോസ്റ്റ് ഒരു സിമിലർ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഇതായിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ അതിൽ ഒരു പുതുമയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ പെർഫോമൻസും ഈ പെർഫോമൻസ്, കഴിഞ്ഞ പെർഫോമൻസിന് മാർക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ കഴിഞ്ഞ പെർഫോമൻസും ഈ പെർഫോമൻസും ഇതില് ഒന്ന് ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ദേവു. അപ്പൊ ഇനി താഴോട്ട് പോകണ്ട, ഇനി ഇവിടുന്ന് മേലോട്ട് പോവാ കേട്ടോ. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. ദേവിക എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. എന്തുകൊണ്ട് ഈ പാട്ട് മാനസിക ഡെഡിക്കേറ്റ് ചെയ്ത്? വേറെ കുറെ ഫ്രണ്ട്ഷിപ്പ് സോങ്സ് ഒക്കെ ഉണ്ടല്ലോ. അത് പറഞ്ഞില്ല അല്ലേ? അത് ഇവയ്ക്ക് ഈ അത് ഭയങ്കര സാഡ് സോങ് ആണ്. മാനസിയെ പറ്റി ആലോചിക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടല്ല, അയാൾക്ക് ഈ വയ്യാത്ത കുട്ടികളെയും പിന്നെ മൃഗങ്ങള് എല്ലാ വയ്യാത്ത കുട്ടികളും മൃഗങ്ങളും എല്ലാം അങ്ങനെ വയ്യാത്തവരെ എല്ലാം സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതായത് ഭയങ്കര സോഫ്റ്റ് കോർണർ. ഓക്കെ മോളെ, നല്ല കാര്യം. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോങ് ചൂസ്. ഈ സോങ് മാനസിക ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ, ശരി മോളെ. ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു, അത് ഇനി ഞാൻ വീണ്ടും പാടിക്കുന്നില്ല. അപ്പം മോളിനിയും ഇനിയും കോമ്പറ്റീഷൻ ടൈറ്റ് ആവുകയാണ്. ഇനി കുറച്ചുകൂടി വെറൈറ്റീസ് ഓഫ് സോങ്സ് ചൂസ് ചെയ്യുക കേട്ടോ. ഇനിയും ദേവികയുടെ വേറൊരു ഫേസ് നമുക്ക് കാണണം. ഒരു പോളി പെർഫോമൻസ് ഒക്കെ തരേണ്ട സമയം അതിക്രമിച്ചു. അവള് സാഡ് സോങ്ങിൽ കയറിയാണ് എപ്പോഴും പിടിക്കുന്നത്. ആദ്യം നമ്മുടെ പാർവതിയെ കരയിച്ചു. അതെ, ഇപ്പൊ ഫ്രണ്ടിന് വേണ്ടി കുഴപ്പമില്ല മോളെ, പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നന്നായിട്ട് പാടി, നല്ല ഫീലോടെ പാടി. ആ ഒരൊറ്റ എനിക്കൊരു എസ്പെഷ്യലി ആ ഒരു സാന്ത്വന സംഗീത താളം എങ്കയോ പോയിട്ടെ പ്രമാദം വരുന്നത്. സോ എനിക്ക് അവിടെ മാത്രമാണ് മോളൊരു പ്രശ്നം തോന്നി. ബാക്കിയൊക്കെ അത് രസമായിട്ട് പാടി. കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. മോളെ 8 മാർക്സ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക, ഹരിച്ചേട്ടാ. ഓക്കെ, അപ്പൊ നല്ല മാർക്കാണ്. അടുത്ത തവണ അടിപൊളിയായിട്ട് നീ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പൊ മാനസി താങ്ക് യു. ഓഡിയോ ഒന്ന് കെട്ടിപ്പിടിച്ചേ രണ്ടുപേരും. ബാ, കൊടുത്തോ. എന്നും ഈ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ കേട്ടാ.